Hello everyone, welcome back to Asylum Learning. It's me Jamshad. You can call me JD. യെസ്, നമ്മുടെ USS എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഐ വിഷിന് ശേഷം ഐ വിഷ് ഐ വാസ് ആണോ ഐ വേർ ആണോ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. യെസ്, ആക്ച്വലി ഇത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ കറക്റ്റ് ആൻസർ ഏതാ? യെസ്, കറക്റ്റ് ആൻസർ രണ്ടും കറക്റ്റ് ആൻസർ ആണ്, പക്ഷേ ബെസ്റ്റ് ആൻസർ ഏതാന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ USS എക്സാമിന് മുന്നേ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടി ലൈവ് സെഷന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തിടുക. ഇനി നമ്മൾ പറയാൻ പോവുകയാണ് ഐ വിഷിന് ശേഷം ഏത് വരണം എന്നുള്ളത്. ഇത് ആക്ച്വലി നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ വിഷ് ഐ ഡാഷ് എ പീക്കോക്ക്. വേർ ആണോ വാസ് ആണോ ആം ആണോ ഹാവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, വേർ ആണോ വാസ് ആണോ എന്നുള്ളത്. ഇതിന്റെ കംപ്ലീറ്റ് കൺഫ്യൂഷനും ഇന്ന് തീർത്തു തരാം. ദാ പിടിച്ചോ, കംപ്ലീറ്റ് അവസാനം വരെ കാണുക. ബോത്ത് ഐ വിഷ് ഐ വാസും ഐ വിഷ് ഐ വേറും അത് ഹൈപ്പോത്തറ്റിക്കൽ അൺറിയൽ സിറ്റുവേഷൻ, ഒരിക്കലും സാധ്യമാവാത്ത കാര്യത്തെ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഐ വിഷ് ഐ വാസും ഐ വിഷ് ഐ വേറും. ഞാൻ ഇവിടെ കണ്ട എക്സാമ്പിൾ കണ്ടില്ല നിങ്ങൾ? ഞാനൊരു പീക്കോക്ക് ആയിരുന്നു, ഞാനൊരു മയിലായിരുന്നെങ്കിൽ അത് സാധ്യമാവോ? ഇല്ല. അത് സാധ്യമാവാത്തതിന് വേണ്ടി പറയുന്നതിനാണ് ഈ ഐ വിഷ് ഐ വാസും ഐ വിഷ് ഐ വേറും യൂസ് ചെയ്യുന്നത്. ഐ വിഷ് ഐ വേർ ഈസ് കൺസിഡർഡ് ഗ്രാമറ്റിക്കലി കറക്റ്റ്. ഐ വിഷ് ഐ വേർ എന്നുള്ളതാണ് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത്. ഏതാണ്? ഐ വിഷ് ഐ വേർ എന്നുള്ളതാണ്. യെസ്, ഇൻ ഫോർമൽ റൈറ്റിംഗ് ആൻഡ് സ്പീച്ച്, പൊതുവെ നമ്മൾ ഭയങ്കര ഔദ്യോഗികമായിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, നല്ല നല്ല ഒരു സ്പീച്ചിലും എഴുത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് ഐ വിഷ് ഐ വേർ എന്നാണ്. പക്ഷെ അപ്പൊ മറ്റതിന് എന്താ പ്രശ്നം? എക്സാമ്പിൾ ഉണ്ട്, നോക്കിക്കോ. ഐ വിഷ് ഐ വേർ ടോളർ. ഞാൻ അതിനേക്കാൾ കുറച്ചുകൂടി ടോളർ ആയിരുന്നെങ്കിൽ, പക്ഷെ ഞാനല്ല, സാധ്യമല്ല. ഐ വിഷ് ഐ വേർ എ മില്യണർ. ഞാൻ മില്യണർ ആയിരുന്നെങ്കിൽ, ബട്ട് ഐ എം നോട്ട്. ഐ വിഷ് ഐ വേർ ദാറ്റ് ബീച്ച് റൈറ്റ് നൗ. ഞാൻ ഇപ്പൊ ബീച്ചിലായിരുന്നെങ്കിൽ. ഇതൊക്കെ സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. സോ അവിടെ നമുക്ക് ഐ വിഷ് ഐ വേർ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഐ വാസും യൂസ് ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താണ്? ഐ വിഷ് ഐ വേർ എന്നുള്ളത് അൺറിയൽ ഓർ ഇമ്പോസിബിൾ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ വിഷ് ഐ വേർ കൊടുക്കുന്നത്. പക്ഷെ ഇനിയാണ് നമ്മുടെ മെയിൻ മറ്റേത് സംഭവം. ഐ വിഷ് ഐ വാസ് എന്നുള്ളത് കോമൺ ഇൻ എവറിഡേ സ്പീച്ച്. സാധാരണ എവറിഡേ സ്പീച്ചിൽ നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് നോട്ട് പ്രിഫർഡ് ഇൻ ഫോർമൽ റൈറ്റിംഗ്. എഴുത്തിലും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇന്റർവ്യൂ ഒക്കെ നടക്കണം, അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള സംഭവം ഏതാണ്? ഐ വിഷ് ഐ വേർ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഓക്കെ എന്ന് പറയാം, അത് യൂസ് ചെയ്തതിൽ വെച്ച് പ്രശ്നമല്ല. പക്ഷെ ഗ്രാമറ്റിക്കലി തെറ്റാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഗ്രാമറ്റിക്കലി തെറ്റാണ്. അതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. പക്ഷെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഐ വിഷ് ഐ വേർ ആണ്. അപ്പൊ നിങ്ങൾ ആൻസർ പറയണം. ഇതിന്റെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ പറയണം. ദ ആൻസർ ഈസ് ഐ വിഷ് ഐ വേർ എ പീകോക്ക് എന്ന് വേണം ആൻസർ പറയാൻ വേണ്ടിയിട്ട്. സോ യെസ്, ഇതുപോലെ ധാരാളം എക്സ്ട്രാ വീഡിയോസും പ്രാക്ടീസ് സെഷനുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോരുത്. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കുടുക്കിയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.